ഓടിക്കാൻ പറ്റൂല. അതിന്റെ ഒരിക്കലും കാല് തരാതെ ഉറുമ്പേ എല്ലാരും പറയാം ആ പെണ്ണ ആ ചേട്ടനെ ഇട്ട് പണിയെടുപ്പിക്കുവാന്ന്. ഒന്ന് കഴുകിത്തരാം. ാണ് ഏറ്റവും വലിയ പാട്. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇതിടായിരുന്നു, ചക്ക അരിയായിരുന്നു പോയിരുന്നു. അപ്പൊ തിളക്കാവും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ വരുന്നത് വൈകിട്ട് 7 മണിക്ക് ഈ സമയത്തൊക്കെ ആണെങ്കിൽ പോലും നേരത്തെ തന്നെ ആശംസയൊക്കെ ഞാൻ നേരത്തെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ രാവിലെ പണികളിലേക്കൊക്കെ കടന്നു. എൻ്റെ വീഡിയോ മെയിനായിട്ടും എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെയുള്ള മോർണിംഗ് കിച്ചണും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് പഴയ മീൻ കൊണ്ട് തരുന്ന ചേട്ടൻ സുധീർ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് മീൻ തന്നു. നല്ല മീൻ ആ ചേട്ടൻ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതെന്ന്. കേട്ടോ ഇതുപോലെ വേണം മീൻ കട്ട് ചെയ്യുന്നത്. മീൻ കട്ട് ചെയ്യാൻ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നല്ല സൂപ്പർ പീസ്. അപ്പം ഞാൻ മീൻകറി വെക്കാൻ തുടങ്ങുവാണ്. സാധനം കിട്ടിയിട്ടുണ്ട്. ഉറക്കെ പറ. എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊണ്ട് തരാം. കൊറേ നാളായിട്ട് ആൻസൂട്ടൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പം അത് ഞാനിപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്തു. അതിന്റെ ഒറിജിനലൊന്നും അല്ല, ഒറിജിനലൊക്കെ ഇച്ചിരി ഇതൊക്കെ ഉള്ളതാണ്. കാരണം ഒത്തിരി വലിയ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അപ്പം ഞാൻ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ദേ ഓടിപ്പഞ്ഞ വരുന്നുണ്ട്. ഭയങ്കര ക്രേസാണ് ഇതിന് ആൻസൂട്ടിന് കേട്ടാ. കണ്ടളാ ഇപ്പൊ എല്ലാരും കണ്ട. എന്തുവാ നീങ്ങി നിക്ക? ഫുട്ബോൾ. ഫുട്ബോളോ? ഫുട്ബോള് എന്റെ ഉടുപ്പിന്റെ എന്റെ പാത്രം ചായ ഇനി എനിക്കിട്ട് അടുത്ത പറയാല്ല, ഒന്നും ചെയ്യല്ല. അപ്പം നമ്മൾ മീൻ ഇവിടെ ആ ചേട്ടൻ വെട്ടി തന്നിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തലയും കൂടെ ഞാനിങ്ങ് വാങ്ങി. നമ്മൾ ഒരു മീനായിട്ട് എടുത്തത്. അപ്പം ഞാൻ മീൻകറി ആദ്യം വെക്കണം. അപ്പം മീൻകറിക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കപ്പുഴുക്കാണ് കേട്ടോ. ഇന്നലെ ചേട്ടൻ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ വെട്ടി അരിഞ്ഞൊരു 3/4 അരിഞ്ഞ് വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചേക്കുവാ. ഇനി അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ അരിയാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഈ മീൻകറി വെക്കുമ്പോഴത്തേക്ക് മീൻകറി അടുപ്പിൽ വെച്ചിട്ട് അപ്പം 2 മണിക്കൂർ വേവാനെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചക്ക കൂടി അരിയാന്ന് വിചാരിച്ചു. വിളിക്കാം. അപ്പം ആ സമയത്ത് ഞാനൊരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മൾ കടയിൽ നിന്നൊരു പാക്കറ്റ് പാലെടുത്തോണ്ട് വരും. ചേട്ടന് പാൽ ചായ ഇഷ്ടമല്ല, കട്ടന ഇഷ്ടം. ആൻസൂട്ടിനും എനിക്കിവിടെ വേണ്ടിയിട്ട്. പിന്നെ അപ്പം ഞാൻ ഓർത്ത് വന്ന് അങ്ങനെ ഉണ്ടാക്കാം, മീൻ ആദ്യം വെക്കാം. അപ്പം ഞാൻ ഇപ്പോൾ വീണ്ടും വിചാരിച്ചു ചോറ് വെച്ചിട്ടില്ല. അപ്പം ഈ മീൻ സവോളയൊക്കെ അരിയാൻ ഞാനിങ്ങ് എടുത്തേ. അപ്പോൾ അരിഞ്ഞൊരു പകുതി ആയപ്പോഴാണ് ഓർത്ത് എന്നാൽ പിന്നെ അരി അടപ്പത്തേക്ക് ഇട്ടിട്ട് സവോള അരിഞ്ഞാൽ ഇതൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമ്മുടെ അരി തിളച്ച അരി അതിനകത്തേക്ക് ചോറ് അതിനകത്തേക്ക് എടുത്ത് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അതവിടെ വെന്തിരുന്നോളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൊല വെട്ടാൻ പോകണം. അപ്പോൾ ആ വീഡിയോ അടുത്ത ദിവസം നമ്മൾ ഇടുന്നതായിരിക്കും. ചേട്ടൻ്റെ വാഴക്കൃഷി ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് കൊല വെട്ടണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മൾ അരി അടുപ്പത്തിട്ടു. ഇതിപ്പോൾ തന്നെ തിളച്ച് വരും. നമുക്കപ്പോൾ ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ സവോള അങ്ങ് അരിയണേ. കത്തിയെല്ലാം കാച്ചിച്ചു കേട്ടോ. വാക്കത്തിയൊക്കെ ചേട്ടൻ കഴിഞ്ഞ ദിവസം കാച്ചിച്ച് ഞങ്ങൾ മൂർച്ച കൂട്ടുന്നതിന് കാച്ചിക്കുക എന്നാണ് പറയുന്നത്. അത് വേറെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തോ സംഭവം ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ ഒരാളുണ്ട്, അവിടെ കൊണ്ടുപോയി ഒരു പണിക്കൻ ഇരിപ്പുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ കാച്ചിച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് കത്തിക്കൊക്കെ ഭയങ്കര മൂർച്ചയാണ്. ഞാനിപ്പോൾ മീനിൻ്റെ തല വാങ്ങിയിട്ടത് മുറിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് മുറിഞ്ഞു പോന്നേ.
പക്ഷെ അതുകൊണ്ട് എനിക്ക് അരിയാൻ, ഞാൻ നല്ല സ്പീഡിൽ അരിയുന്ന ആളാണ്. പക്ഷെ എനിക്കിപ്പോൾ അരിയാനൊരു പേടിയാണ്. കത്തിയിലെങ്ങാനും കയറി കൈങ്ങാനും വെള്ളം കത്തി കയറിയാൽ പണി കിട്ടത്തില്ലേ, അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചോറ് തളാന്ന് തിളച്ചു. ഇനി അതിനെടുത്ത് നമുക്ക് അതിനകത്തേക്ക് മാറ്റാം അല്ലേ. ശരിയല്ല. ഞാൻ ഇവിടെ എല്ലാം തുടച്ചിട്ടാ കിടന്നുറങ്ങിയത്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. 2-3 കറിപ്പാത്രം തേക്കാൻ കിടന്നുണ്ട്. 2 ഇപ്പോൾ കഴുകി. നമുക്കെന്നും മിക്ക ദിവസം മീനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് വലിയ കറികളൊന്നും ഉണ്ടാക്കണ്ട. ഒരു തോരനീടെ ഉണ്ടാക്കിയാൽ ഓക്കെ ആയി. പിന്നെ നമ്മൾ കുടംപുളി ഉണങ്ങി വെച്ചിരുന്നു. അതിനിപ്പം അച്ചാറിടണം. ഇനിയിപ്പോൾ അച്ചാർ പൊടി ഇവിടെ ഉണ്ടോ നോക്കണം. പിന്നെ നല്ലെണ്ണ ഇല്ല, നല്ലെണ്ണ വാങ്ങണം. വെള്ളം ഞാൻ ചട്ടിക്കലത്തിനകത്താണ് മീൻകറി വെക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അത്. എൻ്റെ മീൻകറി നോക്കിക്കോട്ടെ. ഒറ്റ തവണ കൂടി ഞാൻ മീൻകറി വെക്കാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അതിനു മുമ്പേ ഇവിടെ കുടംപുളി തീർന്ന, കുടംപുളി നല്ല ഫ്രഷ് കുടംപുളി എങ്ങാണ്ട് കിട്ടാനുണ്ട്. അത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മിപ്പിക്കണം. മീൻകറി അല്ലെങ്കിൽ ഗോവിന്ദയാകും. ഞാൻ എടുത്ത മീനിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. കുടംപുളി ബുധാഹവ. വമാസേ, ഹലോ, കിടക്കുവാണോ? കുറേ പണിയൊക്കെ തന്നിട്ടാ പോയത്. വരുമെന്നിരിക്കണം. 4 പുളിയുണ്ട്. ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടെ. കണ്ടില്ലേ? അതെല്ലാം കൂടി ഇങ്ങോട്ട് ചാടിപ്പോയാൽ പിന്നെ ഞാനെന്താന്ന് കറിക്കാത്തിടും. ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്തോളും. ഇപ്പം ചട്ടി ഡ്രൈ ആയിട്ടില്ല. ചട്ടി ഒന്ന് ഡ്രൈ ആക്കി മാറ്റണം. ഈ ഫോൺ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ സൗകര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് എളുപ്പമായിരുന്നു. കഷ്ടി ഇരിക്കുമെന്ന് തോന്നണു അല്ലേ. ഇച്ചിരോടൊക്കെ മാറിയിരിക്കുമായിരുന്നെങ്കിൽ കാണാമായിരുന്നല്ലേ. ഇവിടെ ആണെങ്കിൽ ഓക്കെ അല്ലേ, ചട്ടിയും കാണാം. സ്ലാബൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പാകത്തിന് ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നാം. പക്ഷെ ഞാൻ മാറി നിൽക്കേണ്ടി വരും. ഓക്കെ, ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് കുറച്ച് പാടാം. ഞാനിവിടെ ഇരുന്ന് ചായ കുടിച്ച് ആൻസിന് വണ്ടിക്കൂലി കൊടുത്തില്ല. എടാ ആൻസേ, നിനക്ക് ബസ് ഫെയർ തന്നില്ലല്ലോ. ചേട്ടൻ ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ പള്ളി കൊണ്ടുവിട്ടാനെ. തിരിച്ച് വിളിച്ചോണ്ട് വരത്തോളെ. തിരിച്ച് വരുമ്പം തന്നെ വിളിച്ചോണ്ടാ വരുന്നത്. വാഴക്കളയൊക്കെ വെട്ടാൻ പോകാനൊക്കെ ഉള്ളതായതുകൊണ്ട് ചട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. വണ്ടിക്കൂലി സമയമായി. 9:15 പള്ളിയിൽ എത്തണം.
കടുക്, ഞാൻ മീൻകറി വെക്കുമ്പോൾ കടുക് ഇടും കേട്ടോ, ആർക്കും ഒന്നും തോന്നരുത്. മീൻകറി വെക്കുമ്പോൾ പൊതുവെ ആരും അങ്ങനെ കടുക് ഇടാറൊന്നുമില്ലേ, പക്ഷെ ഞാൻ ഇടാറുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കാം. ബൊമ്മാസ് അവിടെ കിടക്കുന്നു, കോഴിപ്പട ചകഞ്ഞ് നടക്കുന്നു. എന്നാ സുഖമാണെന്ന് നോക്കിക്കേ. വേറെ എല്ലാവരുടെ വീട്ടിലാണ് ഇപ്പം കറി ആയേനെ. ബൊമ്മാസേ, കഴിഞ്ഞ ദിവസം ബൊമ്മാസേ ഇവിടെ ബാസ്കുവിൻ്റെ അവിടെ വന്ന് ചോറ് തിന്നാൻ വരും ഇവർ രണ്ടുപേരും കൂടെ. അപ്പോൾ ചോറ് തിന്നിട്ട് അവിടെ ഇളംതിണ്ണയിൽ ഇങ്ങനെ നിൽക്കുക, സൈഡിലുള്ള ഇറയത്തെ പുറകുവശത്തു നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ചേട്ടനെ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടന് പിന്നെ മൈൻഡ് ആക്കിയില്ല, പിന്നെ തിരിഞ്ഞോട് നോക്കാതെ അങ്ങ് പോയി വാഴയുടെ അവിടെ കൊണ്ട് കുട നോക്കാൻ പോയതാണെന്ന് തോന്നണേ. അപ്പോൾ ബൊമ്മാസ് ചെന്നൊക്കെ പുറക്കെ ചെന്നേക്കുവാ മിണ്ടാത്തത് കൊണ്ട്. എന്നടാ നോക്കണേ, അവൻ എന്നെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്നത് കാണാൻ പറ്റത്തില്ല. ക്ലാസ് സൗണ്ട് കേട്ടോണ്ട് നോക്കണതായിരിക്കും അല്ലേ. പിന്നെ എന്താ, നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോകണു, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജീവിതമൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അങ്ങനെ അങ്ങ് തട്ടിമുട്ടി തട്ടിലുമുട്ട് ദോശ പോലെയൊക്കെ ആയിട്ടങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെയല്ലേ ലൈഫ് എന്ന് പറയണതാ. പിന്നെ ഞാൻ മാറിപ്പോയി പണ്ടത്തെ വീഡിയോ നല്ലതെന്നൊക്കെ പറയുന്നവർ എന്താ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ആ പഴയ കുക്കിംഗ് ഒക്കെ തന്നെയല്ലേ ഇപ്പോഴും ആ പഴയ പാത്രങ്ങളും, ഒരു മാറ്റവും ഇല്ല. വീടൊന്നും മാറിയെന്നല്ലാണ്ട് എന്ത് മാറ്റമുള്ളത്. പിന്നെ ഹാപ്പിനെസ് ഉണ്ടായി എന്ന് പറഞ്ഞു, അത് പിന്നെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സന്തോഷം എല്ലാവരിലും ഉണ്ടാവുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ താഴേക്ക് അങ്ങ് പോവല്ലോ ചെയ്തത്. ദൈവം എല്ലാ മേഖലകളിലും ഒന്ന് കൈവയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നു. അതാ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം അറിയാനൊരവസരം തന്നു, ആളുകളെ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ. അതാണ് എൻ്റെ ഇഷ്യൂ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്ര നാൾ ഇവർ ചിരിച്ച് കാണിച്ചത് വെറുതെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളോട് അടുപ്പം കാണിച്ചിരുന്നത് വെറുതെ ആയിരുന്നു. ഇപ്പോൾ ഇതാണല്ലോ ഇവരുടെ യഥാർത്ഥ രൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം പലരും പറഞ്ഞ വാക്കുകളൊക്കെ അതേപടിയൊന്നും അല്ല, നമ്മുടെ നേരെ ചിരിച്ച് കാണിച്ചിട്ട്. അതായത് മുൻവരി പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് അണപ്പല്ല് ഇറുമുന്നവനാണ് മനുഷ്യനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യരെ കൊണ്ട് അണപ്പല്ല് ഇറുമിച്ച് മുൻവരി പല്ല് കാണിച്ച് ചിരിപ്പിക്കാതെ മൊത്തം പല്ല് ഇറുമിക്കാൻ കഴിയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം അവരുടെ യഥാർത്ഥ ഫേസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ തിരിച്ചറിയാൻ പറ്റി. പിന്നെ നമ്മളോട് അണപ്പല്ല് ഞെരിക്കാതെ തന്നെ മുൻവരി പല്ല് കാണിച്ച് തിരിക്കുന്നുണ്ട് എന്ന് ആരൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും പറ്റും. അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും പറയാറ് ജനൽ തുറന്നിടാൻ. ഞാൻ ജനൽ തുറന്നിട്ട് എൻ്റെ കാര്യം അറിയുമോ, അവിടെ നിന്ന് കാറ്റും കൊണ്ട് കയറി വന്നിട്ട് ഈ ഗ്യാസ് പകുതി വല്ല വഴിക്ക് പോകും. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തത് ഫിഷ് മസാലയാണ്, ഈസ്റ്റേൺ ഫിഷ് മസാല. പിന്നെ വഴിയെ എല്ലാം ചേർക്കട്ടോ. ഇത് ഞാൻ വെക്കുന്ന മീൻകറിയാണ്. അപ്പോൾ ആരും ഇങ്ങനെയല്ല ഇതെന്തൊരു മീൻകറി എന്നൊന്നും പറയരുത് കേട്ടോ. കാരണം ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ ഇതുപോലെ ചെയ്യണേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വീഡിയോയൊന്നുമല്ല. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു, എരിവുള്ള മുളക് പൊടി 1 സ്പൂണ്. ഇവിടെ വന്നേ പിന്നെ എരിവുള്ള കറി കൂട്ടിയിട്ടില്ല കൂട്ടുകാരെ. ചെറിയ വട്ടം പിടിക്കുവാണ്. മല്ലിപ്പൊടിയാണ്. ഇതാണ് ഞാൻ പിന്നെ ചേർക്കുന്നത്, കശ്മീരി ചില്ലി. അതാണ് ഈ ഒരു അത്യാവശ്യം എരിവും നിൽക്കും, അത്യാവശ്യം കളറും നിൽക്കും. വലിയ എരിവൊന്നും ഇല്ല. ചേട്ടന് എരിവൊന്നും പറ്റത്തില്ല, ആൻസൂടിന് എരിവൊന്നും പറ്റത്തില്ല, അമ്മച്ചിക്ക് അധികം എരിവൊന്നും പറ്റത്തില്ല. എല്ലാവരും എരിവൊക്കെ അങ്ങ് കുറച്ചു. പക്ഷെ എരിവൊക്കെ കൂട്ടുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ വരാറില്ല. പൈസ എടുത്തോണ്ട് പോക്കോ, ഒരു 30 രൂപയുണ്ട്, അത് എടുത്തോണ്ട് പോക്കോ. അത് ശരിക്കും ഉള്ളിലേക്ക് കിട്ടിയ മാല ഫ്രണ്ടിലും ബാക്കിലൊക്കെ കിടക്കുന്ന. വന്നിട്ട് എല്ലാവരോടൊന്ന് പറഞ്ഞിട്ട് പോ. ഇല്ല, ഞാൻ മീൻകറി വെക്കുമല്ലോ. എടാ പോകൂടാ, വേണ്ട. ഈ ചെറുക്കൻ വന്നിട്ട് ഇടയ്ക്ക് കയറാൻ വന്നേക്കോ. എടാ വരുന്നില്ല, നീ പോയിട്ട് വന്നേ. എടാ മീൻകറി വെക്കുവാളോ ചെറുക്ക. ആ പിന്നെ ഇതൊന്നിന് വാടിപ്പോയാൽ പിന്നെ വായി വെക്കാൻ കൊള്ളൂല. ഞാൻ ചിന്ത വെക്കും. 20 ഒരു 10 കൊടുത്തോണ്ട് പോക്കോ.
എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വണ്ടിക്കാൻ വന്നെങ്കിൽ ബാക്കി പൈസ എൻ്റെ കയ്യിൽ കൊണ്ടു തരണം. വാ ഇവിടെ വന്നിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോ. പുളിയില്ലടാ, ഇച്ചിരി പൊടിയേ ഉള്ളു, പുളിയേ ഉള്ളു. ഇതാ പുളിയാണ് കേട്ടോ, കുടംപുളി. അപ്പൊ ആൻസൂട്ടൻ പോകാൻ റെഡി ആയിട്ട്. എവിടെ പോകാൻ? നേരെ പറ. വേദപാഠം പഠിക്കുന്ന സ്കൂളില്. വേദപാഠം പഠിക്കാൻ മാത്രമാണോ പോണേ? അല്ല, ആ നല്ല കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പൊ പോണേ കൂടാ നീ? സ്കൂളില്, പള്ളിയില്. എന്തുവാടാ ഇത്? ഇവന് ഓർമ്മയൊന്നുമില്ല. ഇങ്ങ് വന്നേ കൂടാ, ഇങ്ങ് വന്നേ കൂടാ. ആ ഇവിടെ പഠിച്ചു തന്നതാടാ. വേർത്ത് നിക്കണം. വേർത്തല്ല, ഞാൻ മോൻ ഇപ്പൊ പോയി കഴുകിയതാണ്. ഇതിലെല്ലാം വേർത്ത ഇവിടെ വേർപ്പാട്ടാടാ. വന്നേ. വെള്ളയും പിന്നെ കറുത്ത പാൻസും. ഇന്ന് കാഴ്ചവെപ്പാണ് പള്ളിയില്. കാഴ്ച സമർപ്പിക്കണത്. എന്തെങ്കിലും കാഴ്ച ഉപ്പ്. ഈ ചെറുക്കന്റെ വേർപ്പ്. പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് പോകും. മുഖം കഴുകി തുടക്കിട്ടാ, എന്നിട്ട് ആ സ്പ്രേ ഒക്കെ ഇച്ചിരി അടിച്ചോണ്ട് പോകും. അപ്പൊ തീ കൂട്ടിട്ടെ. അപ്പൊ ഞാൻ സത്യത്തിൽ ഗ്രേവി കംപ്ലീറ്റ്. അപ്പൊ അതെ ആൻസൂട്ട്. ഇതെന്തുവാ ഈ മാല വെള്ളിയിൽ ഇങ്ങനെ ഇട്ടേക്കണേ? നീ എവിടെ പോവാടാ? വെള്ളം കുടിക്കാനോ? ഇങ്ങനെ വെള്ളം തലയൊക്കെ നനഞ്ഞ് വേർത്തിരിക്കുന്നിട്ടാ. ആ സ്പ്രേ ഒക്കെ ഇച്ചിരി എടുത്ത് അടിച്ചിട്ട് പോകും. അപ്പോഴതാ ഇത് നമ്മളങ്ങനെ കാണിച്ചിട്ട് അധികം അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. മാതാവ് ഒന്ന് നമ്മൾ കൊണ്ടുവന്നൊന്ന് ഇവിടുത്തെ ബൈബിള്, പിന്നെ ഈ അറ്റത്തിരിക്കുന്ന മാതാവ് ഉണ്ണീശ നമ്മൾ കൊണ്ടുവന്ന, ആ മാതാവ് 2 നമ്മൾ കൊണ്ടുവന്ന, പിന്നെ ഇത് ചെറിയ കുപ്പി 2 ആനാവെള്ളമാണ്. അച്ഛൻ വാഴ്ത്തിയ വെള്ളമാണ്. മുതലക്കുടം പള്ളിയുടെ പുറകിലിരിക്കുന്നത് കരിമണ്ണൂർ പള്ളിയിലെ വെള്ളം ഒക്കെയാണ് കേട്ടോ. നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. ഇതിൻ്റെ അടുത്തൊരു ക്ലോക്കും ഉണ്ട്, ഒരു കലണ്ടറും ഉണ്ട്. അപ്പം ബാ പോരാൻ നേരത്തൊന്ന് നോക്കിയാരെ. പോ, തണ്ണിമത്തങ്ങ തിന്നുകൊണ്ട് പള്ളി പോണവൻ. എന്തുവാടാ ചെല്ല? എനിക്കങ്ങ് വേണ്ടേ? അങ്ങനെ ആൻസുകുട്ടൻ ഇതാ പോണു. ടാറ്റ. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻ തിളക്കട്ടെ. ഞാൻ അവലെടുത്തിട്ടേ കഴിച്ചില്ല. പവിയുടെ പ്രൈസ് 10 കിലോ അരി വാങ്ങിയപ്പോൾ കിട്ടിയ അവലാണ്. അതിനകത്ത് ഇരുന്നതാണ്. പേസ്റ്റും ഉണ്ട്, കളയാനുണ്ട്. മംഗള സൗഭാഗ്യമേ മണ്ണിനോട് ചേർക്കാം. നമ്മളെ ഉപ്പ്
ഉപ്പ് ചേർത്തില്ലായിരുന്നു. എനിക്ക് ഉപ്പ് ഇങ്ങനെ കൈകൊണ്ടെടുത്താലേ എനിക്ക് അതിൻ്റെ കണക്കറിയാൻ പറ്റുള്ളൂ. സ്പൂണും കൊണ്ട് എടുക്കാൻ എനിക്ക് അറിയില്ല. ഇനി ഇത് തിളയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിടായിരുന്നു, ചക്ക അരിയായിരുന്നു പോയിരുന്നു. എപ്പം തിളയ്ക്കാവും ആർക്കറിയാം. നമ്മുടെ മീൻവെള്ളമൊക്കെ തിളച്ചിട്ടാ ഇപ്പം കയ്യിലേക്ക് ചാടുന്നു. ഒരു വലിയൊരു മുള്ള ഞാൻ ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന 10 റീല് കണ്ടു. എന്തുപോലെ അപ്പോൾ സമയം 10 മണിക്ക് മുമ്പ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാകും കേട്ടോ. ചക്കപ്പുഴുക്ക്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഇത് മതി. ഇനിയിപ്പോൾ വെള്ളമൊന്നും വേണ്ട. ഇത് തന്നെ ശരിയായിക്കോളും. നമുക്ക് പോയിട്ട് ചക്ക എടുത്ത് അതിന് മുമ്പ് മീൻ വെച്ച പാത്രം ഉണ്ടല്ലോ, അതങ്ങോട്ട് കഴുകി വെച്ചിട്ട് സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ അതിൻ്റെ മണം അല്ലാതെ നിൽക്കും. മീൻകറി കഴിക്കാൻ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അത്ര നല്ലതല്ല. മീൻകറിയൊക്കെ നമുക്കേ കറിയാക്കി കിട്ടുമ്പോൾ ആഹാ എന്ന് പറയും. പക്ഷെ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ മീനിൻ്റെ സ്മെല്ല് വന്നാൽ ഓഹോ എന്ന് പറയും. കഴിക്കാനായിട്ട് നല്ല കറി ഇടുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് കഴിക്കും. അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. രണ്ട് തരത്തിൽ കാണുമല്ല. പക്ഷേ ഇത് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്കില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ സ്മെല്ല് കിട്ടുന്നവരാ. അവർ ചീഞ്ഞ സ്മെല്ല് എടുത്തിട്ട് ഓഹോ എന്ന് പറഞ്ഞ് പോകില്ലല്ലോ. പക്ഷെ മനുഷ്യന്മാരാണ് രണ്ട് തരം സ്വഭാവം കാണിക്കുന്നവർ. നല്ലതും ചീത്തയും അവർ ഒരേ സമയം പ്രകടിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചീത്ത കാണിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്നത്. അത് ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. എന്തോ അപ്പം നമുക്ക് പോയിട്ട് ചക്ക അരിയാം. പിന്നെ സ്മെല്ലായിട്ട് തന്നെ പറയണം, അല്ലെങ്കിൽ പിന്നെ എന്തുപോലെ. അപ്പോൾ ഇന്നലെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇന്നലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ്. നല്ല യെല്ലോ കളറാണ്. നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. എന്തോ ഇപ്പം ഏകദേശമൊക്കെ ഒരുപോലെ ആയിരുന്നു. അപ്പോൾ അതാ നല്ല പച്ച ചക്കയായിട്ട് അരിയുന്നത്. ഞാനിപ്പോൾ എടുത്ത് കഴിച്ചു നോക്കി. അതതിൻ്റെ ചക്കക്കുരുവാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ഇന്നത്തെ എടുത്ത് നമുക്ക് അരിയാം. അപ്പം ഞാനാണെങ്കിൽ പാനും ഇട്ട് ചീരയൊക്കെ വെച്ച് ഇത് കണ്ട ചക്ക ഇങ്ങനെ ബാക്കി വന്ന ചക്കയിലാണ് ഷിമ്മക്കൂടിനകത്ത് കെട്ടിയിട്ട് നമ്മൾ വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അരിയുന്നത്. എൻ്റെ കയ്യിൽ കുറേ പാത്രങ്ങളുണ്ട്. ഇത് ചക്കയുടെ പാടയും ചവണിയും ഒക്കെ ഇടാനായിട്ട്. പിന്നെ ഇതിങ്ങനെ ചക്കക്കുരു എല്ലാം കൂടെ ഞാൻ വാരിക്കൂട്ടി വെച്ചതാണ്. ഇതിനകത്ത് ചക്കക്കുരു എല്ലാം കൂടെ ഇടാനായിട്ട്. പിന്നെ കത്തി, പാത്രം അരിയാനുള്ളത്. അപ്പോൾ ഇതെല്ലാ സെറ്റപ്പിലും ഇവിടെ വീഡിയോയിൽ TV-യിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് സിനിമ എന്തെങ്കിലും കാണാൻ നോക്കി വന്നാൽ അന്നേരം ആ ഇരുചിരി കമ്പർതിരിയുടെ ഫാഷൻ ഷോ നടക്കുക. അപ്പം അതൊക്കെ കണ്ട് ഞാനിത് അരിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് പുഴുങ്ങാം. അപ്പം അരിഞ്ഞിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ മീൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാവേ. മീൻകറിയിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്ന ഏറ്റവും ടേസ്റ്റ്. ഞാൻ പണ്ട് ആദ്യം ചെയ്യുന്നതേ മീൻകറി കടുക് പൊട്ടിക്കുമായിരുന്നു ലാസ്റ്റ്. പക്ഷേ ഇതാണ് നല്ലതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞ്
ഇപ്പം ഞാൻ അതാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ തലയൊക്കിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. തലയ്ക്കിപ്പോൾ ഇനിയിപ്പോൾ അടിയായിരിക്കും ഇവിടെ കിടന്നേ. കുറച്ച് ഗ്രേവി വേണം, അല്ലെങ്കിലേ ചക്കപ്പുഴുക്കുള്ളതല്ലേ. അപ്പോൾ അതാ നമ്മുടെ ചക്ക മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ രാവിലെ തന്നെ ഒരു തേങ്ങ ഇട്ട് ഒരു കോലിന് കുത്തിച്ചടിച്ചു വലിച്ചടിക്കുക ഇത്. അങ്ങനെ ഒരു തേങ്ങയും പൊതിച്ച് 2 തേങ്ങ പൊതിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് നിറച്ച് വെള്ളമുണ്ട്. ആൻസൂട്ടന് വെള്ളം കൊടുക്കാം. പൊട്ടിച്ച് വെക്കട്ടെ. എനിക്കാണെങ്കിലേ കോള് തേങ്ങ, ഇപ്പോൾ 1 മുറി തേങ്ങ നമുക്ക് ചിരണ്ട. ഈ മുറി തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചിരകാനാണെങ്കിൽ കുറച്ച് പാടും. ചിരകി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ട് വരാം. ചക്കപ്പുഴുക്കിന് അരയ്ക്കുന്നത് പച്ചമുളക് ചേർത്ത് ചക്ക പുഴുങ്ങിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാന്താരി മുളക് ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ അളവ് കറക്റ്റ് അറിയില്ല. നമുക്ക് നന്നായിട്ട് എരിവ് കൂടിപ്പോവേ. ഇത് പച്ചമുളകാണെങ്കിൽ അത്ര എരിവില്ലല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരകിയ ചിരട്ടയിലൊക്കെയാണ് കേട്ടോ എടുത്തത്. നല്ല ഇളം തേങ്ങയാണേ, ഒന്ന് മൂത്ത് പോയതല്ല കേട്ടോ, നല്ല പച്ച തേങ്ങ. അതുകൊണ്ട് നന്നായിട്ട് ചിരകിയപ്പോൾ അങ്ങനെ തൊണ്ട് ചേർന്ന് ചിരകി കിട്ടി. ഇതാ ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഉപ്പ് ഞാൻ 2ാമത് ചേർക്കത്തുള്ളേ. തേങ്ങയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചക്കയുടെ വലുപ്പം അനുസരിച്ച് ഉപ്പ് മാറ്റാൻ അറിയത്തില്ല. മഞ്ഞൾപ്പൊടി, അപ്പോൾ നമുക്കിത് നന്നായിട്ടങ്ങ് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ, അപ്പം നമുക്ക് അരപ്പ് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കറിവേപ്പില ചേർത്തേ. ചക്കയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചക്ക കുഴയുമ്പോൾ കുറഞ്ഞു പോകും. ഞാൻ ഏകദേശം ഒരു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ബാക്കി ഇരുന്ന തേങ്ങ, അരമുറി തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചിരകി എടുത്തു കേട്ടോ. ഇതാണെങ്കിൽ തേങ്ങ തീർന്നിരുന്നേ. കൊട്ട തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. തേങ്ങ ഇങ്ങനെ ചിരട്ടേന്ന് പൊളിഞ്ഞോട്ട് കുടുകുടുന്ന് കേൾക്കില്ല. നമ്മൾ എണ്ണ ആട്ടിക്കാനൊക്കെ വേണ്ടി എടുക്കുന്ന മോഡൽ. ഉണങ്ങി തേങ്ങ ചിരട്ടേന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതാണെങ്കിൽ അത് ഞാൻ ഇത്ര നാൾ എടുത്തുകൊണ്ടിരുന്നത്. അത് എടുക്കും, എന്നിട്ട് വട്ടം മുറിക്കും, എന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് മിക്സിയിലിടും, എന്നിട്ട് അരച്ചെടുക്കും. പൊടിയായിട്ട് കിട്ടും. അപ്പോൾ പൊടിച്ചങ്ങ് വെച്ചേക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് തോരനിലിടാനാണെങ്കിൽ അത് എടുത്തിട്ടിടും, അല്ലെങ്കിൽ ചാറ് കറിയിലാണെങ്കിൽ അതെടുത്ത് ഒന്നുകൂടെ അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടിടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പച്ചത്തേങ്ങ അരയ്ക്കുന്ന അത്രയും രുചി വരത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഇതിങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് അവിടെ ഇരുന്നോളും. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ വേറൊരു തേങ്ങ കൂടി ചേട്ടൻ്റെ അവർക്ക് പൊതിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം എടുക്കണ്ട, അത് വെളിയിലിരുന്നോളും. ഒരു കുഴപ്പമില്ലാണ്ട് സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ കൈ നല്ല എണ്ണയുള്ള തേങ്ങ, കൈ നിറച്ച എണ്ണ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് പാത്രങ്ങളുണ്ട്. ഇപ്പം ഞാനത് ചക്ക ഇട്ട് വെച്ചതാണ്. ഇതെല്ലാം കൂടെ കഴുകി കമത്തി വെക്കുകയാണെങ്കിൽ ഞാൻ പണിയൊന്നും കയറും.
അരിഞ്ഞ പാത്രം, തേങ്ങ ചിരകിയ പാത്രം വന്നു. ചേട്ടാ വണ്ടി കൊണ്ട് ഒതുക്കി വെച്ചിട്ടേ ഒളിച്ചു നിൽക്കുവാ. കോളിംഗ് ബെല്ല് അടിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ ചേട്ടനെ കണ്ടില്ല. വയറൊക്കെ താത്തിയിട്ടിട്ട് കിടന്നു വരും. ചേട്ടന്റെ പൊക്കമുള്ള എന്റെ കുഴപ്പം കൊണ്ടാവും. ഇല്ല ഇല്ല, അതിൽ ആവി വരട്ടെ. ഇല്ല സ്റ്റാൻഡ് 15-ാം തീയതി ടു 20-ാം തീയതി ആവി വന്നിട്ടുണ്ട് കേട്ടോ. ആവി വന്നിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്ക് പൊക്കി നോക്കണം. ഇതെന്താന്നറിയോ? ഇതാണ് തേങ്ങ, അരമുറി തേങ്ങ, അരമുറി തേങ്ങ അതിനകത്ത്. ഇത് അരമുറി തേങ്ങ. എപ്പോഴും എപ്പോഴും ചേർക്കാൻ വലിച്ചങ്ങ് വറച്ചെടുത്താൽ മതി. ഒടിഞ്ഞ് ആ കാലിന് കുഴപ്പമൊന്നുമില്ല. ഓ പോരാ. ഓടിക്കാൻ പറ്റൂല. അതിന്റെ ഒരിക്കലും കാല് ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ ടിവിയിലായിരുന്നു കാണുന്ന വീഡിയോ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ചവിട്ടി കൂട്ടും. ചേട്ടൻ നോക്ക. ചേട്ടൻ വന്നാ പിന്നെ കുക്കിങ് ചേട്ടനെ ഏൽപ്പിച്ചു. ഞാൻ ഇവിടുന്ന് വിരമിച്ചു. റിട്ടയർഡായി ഞാൻ. അടുക്കളയിൽ നിന്ന് റിട്ടയർഡാ. ചേട്ടൻ വന്നാ പിന്നെ ചേട്ടനാണ് കുക്കിംഗ് മാസ്റ്റർ ജാക്സൺ ജോൺ. ഉറുമ്പേ എല്ലാവരും പറയാം ആ പെണ്ണ ചേട്ടനെ ഇട്ട് പണിയെടുപ്പിക്കുവാന്ന്. ഒന്ന് കഴുകിത്തരാം. നമുക്ക് ഇപ്പൊ പോയിട്ട് എല്ലായിടത്തും ചെയ്തിട്ട് വെള്ളം പോകുന്ന എനിക്ക് കുറച്ച് നേരം ഇവിടെ കിടക്കണം. വെള്ളം കഷ്ടി വെള്ളം ഉണ്ട്, അത് മതി. ഇത് മതിയോ? തീ കുറച്ച് ഈ സാധനം തീ കുറച്ചിട്ടാണ്. ഈ സാധനം വെന്തില്ലല്ലോ. വെന്തോളും, കുഴപ്പമില്ല. വിളിച്ച് വെള്ളം ഒഴിച്ചു, കുട്ടിക്ക് വെള്ളം ഒഴിച്ചു, വെള്ളം പറ്റും. ഡാനസൂട്ടിന് കരിക്കും വെള്ളം. ഇപ്പം ഇതാ നമ്മുടെ ചക്ക പുഴുങ്ങിയതിട്ടാ. ചക്ക പുഴുങ്ങിയത് എടുത്ത് കഴിക്കലും കഴിഞ്ഞു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനങ്ങ് വിട്ടുപോയേ. ഇനി നമുക്ക് രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ കഴിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മുടെ മീൻകറി. അപ്പം ഇതാ നമ്മുടെ ചക്ക പുഴുങ്ങിയതും മീൻകറിയും. നിൽക്ക ആൻസൂട്ടന് ഞാൻ മുട്ട ഇപ്പം പൊരിച്ച് കഴിക്കാൻ കൊടുത്തതാണ്. അതെനിക്ക് തിന്നാൻ കൊണ്ട് തന്നു. ഞങ്ങൾ കാഞ്ചന 3 ഒക്കെ കണ്ട് ഇടിക്കാൻ ചേട്ടൻ മുറിയിൽ കിടന്ന് ഉറങ്ങുക. അപ്പം എനിക്കിപ്പോൾ വിശന്നു. അപ്പം ഞാൻ ആദ്യം ചക്കപ്പുഴുക്ക് തിന്നപ്പോൾ വീണ്ടും ഒന്നാടെ എടുത്ത് കഴിക്കാൻ പോവാം. ചോറ് കഴിച്ചാണ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, അതും എടുക്കണം. സൺഡേ ഈസ് തീറ്റയുടെ പുറത്തെ കൊണ്ടുപോകാന്ന് വെച്ചപ്പോൾ ചേട്ടനാണെങ്കിൽ തീരെ വയ്യ. കുറേ പണികളും ചെയ്തു. വാഴക്കൊലയൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത് ആൻസൂട്ടൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കഴിക്കുവാണ്.
പിന്നെതാ അവിടെ ആണെങ്കിൽ ടി വിയിലൊക്കെ പരസ്യമാണ്, മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക സൗണ്ട് വരാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചക്ക പുഴുങ്ങിയതും നല്ല കേരമീൻ കറിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ This is signing off. Lindo's Dreams. Bye.